എല്ലാവർക്കും നമസ്കാരം. ഈ പച്ചപ്പ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മുടെ നാടല്ല, നമ്മുടെ കൊച്ചു ബഹ്റൈൻ തന്നെയാണ്. ഈ നിരന്തരമുള്ള കൊറോണ വാർത്തകൾക്കിടയിൽ പച്ചപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ ഒരു സമാധാനത്തിൻ്റെ ഒരു വാർത്ത നൽകാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ബഹ്റൈനിൽ ഒരു കൊച്ചു ഭൂമിയിൽ ഒരു 60 സെൻറ്റ് ഇടത്ത് ഒരു കൃഷിഭൂമി ഒരുക്കിയിരിക്കുന്ന ഒരു മലയാളിയുടെ വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ സമ്മാനിക്കുകയാണ് ഞങ്ങൾ. മികച്ച വിദേശ കർഷകനുള്ള കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടിയ വർഗീസ് ഏട്ടൻ്റെ ഒരു കൃഷിഭൂമിയാണിത്. ഈ ഭൂമിയിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണണ്ടേ? വർഗീസേട്ടാ നമസ്കാരം. വർഗീസേട്ടാ, കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ കർഷക ഗ്രൂപ്പിന്റെ അവാർഡൊക്കെ വാങ്ങിയിട്ടാണ് നിൽക്കുന്നത്, മികച്ച വിദേശ കർഷകൻ. അതെ, വിദേശ കർഷകൻ. എത്ര വർഷമായി ഈ ഒരു ഇതേപോലെ ഒരു മരുഭൂമി ഇവിടെ ഏതാണ്ട് ഈ കൃഷിയായിട്ട് ഇടപെട്ട് തുടങ്ങിയിട്ട് 15 വർഷത്തിന് മേലെയായി. ഞാൻ പ്രവാസ ജീവിതം 25 വർഷം കഴിഞ്ഞു. ഈ കൃഷിഭൂമി ഇപ്പം പ്രവാസ ലോകത്ത് വന്നിട്ട് ഒരു കൃഷിഭൂമി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയൊരു സംശയം ഉണ്ടാവും. ഈ ഭൂമി എങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇതിൻ്റെ അപ്പോൾ അങ്ങ് വശത്തൊക്കെ കണ്ടില്ലേ, മുഴുവൻ കാട് പിടിച്ച് വെറും ഉപ്പ് മണ്ണാണ്, വെറും ഇതാണ്, ഒന്നും വിളയില്ലാത്ത ഭൂമിയാണ്. ഇത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിനെ നമ്മൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചാണകവും മറ്റു സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ജൈവ കൃഷിയാണ് നമുക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് കീടനാശിനി അങ്ങനെയൊന്നുമില്ല. കീടനാശിനി നമ്മൾ രാസം ഇല്ലാത്തത് നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ ആര്യവേപ്പ് ഉണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും കാന്താരി മുളകൊക്കെ ചേർത്തിട്ടാണ് ഇതിന് തളിച്ചു കൊടുക്കുന്നത്. അല്ല, നമ്മൾ ആദ്യം കിളച്ചിട്ടു, ഈ സ്ഥലം കിളച്ചിട്ട് കഴിഞ്ഞിട്ട് ആ മേൽമണ്ണ് മാറ്റി കളഞ്ഞു. ആ മേൽമണ്ണ് മാറ്റി സൗദിയിൽ നിന്ന് മേടിക്കുന്ന മണ്ണും ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ജൈവ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൃഷി ഇറക്കിയത്. ജൈവ കമ്പോസ്റ്റ് ആദ്യം തൊട്ടേ ഇവിടെ തന്നെ ഉണ്ടാക്കി. പിന്നെ ഞാൻ ആദ്യ കാലത്ത് കുറച്ച് വാങ്ങിച്ചു. മണ്ണ് കൾട്ടിവേറ്റ് ചെയ്യണം, എങ്കിലേ ഇതിന്, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ, നമ്മുടെ ഈന്തപ്പന, അത് കുറച്ച് പിടിക്കുന്നല്ല, അതിനും നല്ലപോലെ നമ്മൾ വളം ചെയ്തില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഈ കൾട്ടിവേറ്റ് ചെയ്ത മണ്ണിൽ ഈന്തപ്പന പിടിക്കുന്നുണ്ടോ? പിന്നെ നിശ്ചയമായിട്ട് വേണ്ടില്ല, നന്നായിട്ട്. എനിക്കിവിടെ ഏതാണ്ട് 45ഓളം ഉണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ 2 വർഷം 3 വർഷമായി ഇതെല്ലാം കാച്ചു തുടങ്ങി. ഏതാണ്ട് ഒരു 20 എണ്ണമെങ്കിലും കാച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാം അതിൻ്റെ ഫ്രൂണിങ് എല്ലാം കഴിഞ്ഞു. അതെല്ലാം ഇപ്പോൾ കെട്ടി വെച്ചേക്കാണ്. ഇനി ഒരു ഈന്തപ്പനയിൽ തന്നെ പ്രധാന സംശയം ഉണ്ടാവും. ഇപ്പം ഈന്തപ്പന ഇപ്പം ആണ് മാത്രം അല്ലെങ്കിൽ പെണ്ണാണ് സാധാരണ കാഴ്ച. അതെ 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 അതെ. ഇപ്പം ആണും പെണ്ണും ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു 3 എണ്ണം നമ്മൾ ആണിനെ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഫ്ലവറിനെ നമ്മൾ എടുത്തിട്ട് ഈ പെണ്ണിൻ്റെ പൂങ്കലയിലെ അതിൻ്റെ അകത്തേക്ക് പൂമ്പൊടി വിതറി കൊടുക്കുകയാണ്, പരാഗണം നടത്തുകയാണ്. ഇത് പരാഗണം നടത്തിയാലേ ഇത് നന്നായിട്ട് പിടിക്കുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവും. പരാഗണം നടത്തി കഴിഞ്ഞ സമയമല്ലേ? ഇപ്പോൾ പരാഗണം നടത്തി ഇപ്പോൾ ഓൾറെഡി കാ പിടിച്ചു കഴിഞ്ഞു. ഇത് 1 മാസം മുമ്പായിരുന്നു പരാഗണം നടത്തിയത്. ഒരാഴ്ചയോളം നമ്മൾ, അതായത് ഒരു മഞ്ഞ് സീസണാണ്, അന്നേരം അത് പരാഗണം ചെയ്ത് കെട്ടി വെക്കണം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആ ഫ്രൂണിങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കില്ല. അല്ലെങ്കിൽ എന്നാ വെച്ച് കഴിഞ്ഞാൽ കായ് വളരെ കുറച്ചുണ്ടാവും. ഇത് നമ്മൾ പരാഗണം ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഫുള്ളായിട്ട് കായ ഉണ്ടാവും. ഈ 60 സെൻറ്റ് ഭൂമിയിൽ ഇപ്പോൾ എത്ര വിളകളാണ് ചേട്ടൻ കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ ഏതാണ്ട് 100നോളം അടുത്ത് വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. 100നോളം ഇനങ്ങൾ ഈ 60 സെൻറ്റിലുണ്ട്. ഞാൻ വ്യത്യസ്തമായ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇത് ഉണ്ടാവുമെന്ന് കൂടി ഒന്ന് പരീക്ഷിക്കൽ കൂടെ. എല്ലാ വിളകളും ഉണ്ടാവുന്നില്ല. ഇത് കണ്ടില്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ഒലിവ്, മറ്റ് രാജ്യങ്ങളിൽ ഇസ്രായേൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഈജിപ്ഷ്യൻ സ്ഥലങ്ങളുണ്ടാവുന്ന ഒലിവ് നമുക്ക് കാച്ചിട്ടില്ല. പിന്നെ അത്തിയുണ്ട്, നമ്മുടെ നാട്ടിലെ മാവുണ്ട്, പ്ലാവുണ്ട്, എന്താണ്, സപ്പോട്ട ഉണ്ട്, എഗ് ഫ്രൂട്ട് ഉണ്ട്. പ്ലാവ് കാച്ചിട്ടില്ല, മാവ് കാച്ചു. സാധ്യത ഉണ്ടാവും, പ്രതീക്ഷിക്കാം. നമുക്കെല്ലാം പ്രതീക്ഷയല്ലേ ജീവിതത്തിൽ. അതുപോലെ തന്നെ മുന്തിരി ഉണ്ട്, മുന്തിരി പൂവായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ട്, ചെറുനാരകം ഉണ്ട്. ചെറുനാരകമൊക്കെ ഇത് നാരങ്ങ ആയി കഴിഞ്ഞു. ഇതൊക്കെ 3-4 വർഷമായിട്ടാണ്. മൾബറി ഉണ്ട്.
മുരിങ്ങയൊക്കെ ധാരാളമായിട്ടുണ്ട്. മുരിങ്ങയൊക്കെ ഒരു പ്രാവശ്യമൊക്കെ പറിക്കുമ്പോൾ ഒരു 50 കിലോ ഒക്കെ ഉണ്ടാവും. അത്രയാണ്. പിന്നെ ഇന്ന് 50 കിലോ കൂടുതൽ പറിക്കാനുണ്ടാവും. പിന്നെ തേനീച്ച ഇതിൻ്റെ കൂടെ വളർത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, പ്രാവിനെ കണ്ടില്ലേ? ഈ തേനീച്ച വരുന്നതാണ്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ തേനീച്ച ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാധനങ്ങളെല്ലാം നട്ട് ഇതിൻ്റെ അകത്ത് കൃഷിയായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൂമ്പടിയാണല്ലോ നിൽക്കുന്നത്. ഈ തേൻ നുകരാനായിട്ട് ഈ തേനീച്ച വന്നതാണ്. പിന്നെ പോയിട്ടില്ല. പിന്നെ അത് പല സ്ഥലങ്ങളിലായിട്ട് കൂടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സമയത്തിനൊരു ടൈമുണ്ട്. ആ ടൈമിൽ രാത്രി സമയത്താണ് തേൻ എടുക്കുന്നത്. ഈ പ്രവാസത്തിന്റെ ഇടയ്ക്ക് ഇപ്പോൾ 15 വർഷമായിട്ടാണ് ഈ ഒരു സ്ഥലവും കൃഷിയും കൃഷിയായിട്ട് കൂടുതലായിട്ടുണ്ട്. ഇത് ഒരു എന്താണ്, ഒരു തൊഴിലായിട്ടല്ല, വേറൊരു തൊഴിലിന്റെ ഇല്ല. ഞാനൊരു കമ്പനിയിലെ ജോലിക്കാരനാണ്. ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ കൃഷിയോടുള്ള എന്താ പറയുന്ന അമിതമായ താല്പര്യം, പ്രത്യേകിച്ച് മാത്രമല്ല ഈ പ്രവാസികൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള നമുക്ക് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുക. വളരെ പലർക്കും കണ്ടില്ല, നിങ്ങൾ കണ്ടില്ല, ഈ ബക്കറ്റിൽ നിൽക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഓരോ വീടുകളിലുള്ള വീട്ടമ്മമാരും പ്രത്യേകിച്ച് ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ പച്ചമുളക്, കാന്താരി മുളക് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒരു ഹോബി എന്നുള്ള നിലയിൽ ഒരു അതെ, ജോലിയുള്ള സമയത്ത് അത് അതെ അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മളെ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാവരും വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് കണ്ടില്ലേ, നമ്മുടെ മിനിസ്റ്റർ സുനിൽകുമാർ, EP ജയരാജൻ അവരൊക്കെ എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയെല്ലാം കൃഷിയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ സ്ഥലത്തും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ തന്നെ കൃഷി മാത്രമല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കൊടുത്തു, ഈ കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് ഭക്ഷ്യത്തിനെ കുറിച്ചായിരിക്കും. അപ്പം ഞാനുൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങളുൾപ്പെടെ ഇവരെ ഇനി വരുന്ന തലമുറ ഇത് പഠിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. അല്ല, ചേട്ടനിപ്പോൾ ആവശ്യത്തിന് വേണ്ട പച്ചക്കറികളൊക്കെ ഇവിടെ തന്നെ ഫാമിൽ തന്നെയാണ്? അതെ, ഞാൻ വീട്ടിലേക്ക് വരുന്ന എല്ലാം, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, പിന്നെ കുറേ ഫാമിലീസ് ഉണ്ട്, ഇവരൊക്കെ കൊടുക്കുകയാണ്. അത് ചോദിക്കുന്നത് ഇവിടെ വന്ന് വരുന്നവർക്ക് ചോദിക്കുന്നവരൊക്കെ കൊടുക്കും. പിന്നെ നമ്മുടെ സഹപ്രവർത്തകരില്ലേ, അവർക്കൊക്കെ ഇത് കൊടുക്കുകയാണ്. ഇതല്ലാതെ ഒരു വിൽപ്പന എന്നുള്ളൊരു സിസ്റ്റം നമുക്കില്ല. ഇല്ല, അങ്ങനെ ഇതില്ല. വിൽപ്പന അങ്ങനെ ഇല്ല. പിന്നെ ഇത് കൃഷി ചെയ്യുക, ഇതിൻ്റെ ആസ്വദിക്കുക മാത്രമല്ല, കുറേ നല്ല ഓക്സിജൻ കിട്ടും. ഈ മറ്റേ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു റിലാക്സാണ് വരുന്നത്. അതാണ് മെയിൻ അതിനകത്ത് ഉദ്ദേശിച്ചത്. വ്യത്യസ്ത കാലാവസ്ഥകളിൽ വളരുന്ന നിരവധി സസ്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ സസ്യങ്ങൾ. അപ്പോൾ ഇതിനെ ഒരുക്കാനുള്ള മണ്ണിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന വിധം പറഞ്ഞു. പക്ഷെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു വിളവെടുക്കാൻ, അല്ലെങ്കിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ എന്തെങ്കിലും? രാസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല. പ്രധാനമായിട്ട് എന്താണ് ഇപ്പോൾ? പ്രധാനമായിട്ട് ചാണകപ്പൊടി, പിന്നെ നമ്മൾ കമ്പോസ്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ കിട്ടുന്ന വേസ്റ്റുകൾ, ഇതിനകത്ത് തന്നെ വീഴുന്ന ഇല കണ്ടില്ലേ, ഈ ഇലകളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതിനെ വലിയ ടിന്നിലാക്കിയേക്കാണ്. എന്നിട്ട് ചാണകങ്ങളും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ജൈവവളമാക്കുക. വേറെ ഒരു വളവും ഇതിൻ്റെ അകത്തില്ല. ഒരു കീടനാശിനിയും നമുക്കിതില്ല. കീടനാശിനി ഇതിനൊക്കെ ഫംഗസൊക്കെ വരുന്നുണ്ട്. അതിനെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കീടനാശിനിയേ ഉള്ളൂ. ജൈവ കീടനാശിനി ഉണ്ടാക്കാറുണ്ട്. ചേട്ടൻ ഈ ഒഴിവ് സമയത്ത് ഒരു വിനോദം പോലെ തുടങ്ങിയ ഈ കൃഷി എന്നുള്ളത്, ഇത്രയും വിളകളും അല്ലെങ്കിൽ ഇത്രയും ഒരു സ്പേസിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒറ്റയ്ക്ക് എന്തായാലും അസാധ്യമാണ്. അപ്പോൾ ഈ സഹായത്തിനൊക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യാറ്? സഹായത്തിന് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയാൻ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ മിസ്റ്റർ മുഹമ്മദ് ഫൈസൽ, പുള്ളിയാണ് ഈ മുരിങ്ങയൊക്കെ പല സ്ഥലത്തു നിന്നും എനിക്ക് കളക്ട് കൊണ്ട് തന്നത്. പിന്നെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫുണ്ട്, കുരുവിള ഇബ്രാഹാം ഉണ്ട്, ഷഫീഖ് ഉണ്ട്, പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം റിട്ടയറായിപ്പോയ ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ നമ്മുടെ നേരത്തെ ഉള്ള ആളുകളാണ്, ആദ്യകാലം മുതലുള്ളതാണ്. ഇവരൊക്കെ എല്ലാ രീതിയിലും സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട് ഇതിന് സഹായിക്കാനായിട്ട്. കബീർ എന്നാണ് ഇവരുടെ പേര്, അബ്ദുൽ ഹായി, ഇവരൊക്കെ സഹായിക്കാനായിട്ട് കൂടുന്നുണ്ട്. പിന്നെ എനിക്കൊരു പരിപാടിയുണ്ട് നാട്ടിൽ, എനിക്ക് ഗ്രീൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എനിക്ക്. ആ ചാനൽ ഞാനാണ്. അപ്പോൾ ഇനി എൻ്റെ ഗ്രാമം ഹരിതവനം എന്ന് പറഞ്ഞൊരു പദ്ധതി ഞാൻ അതെ, അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രം. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ തൈകൾ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ആരാധനാലയം, പള്ളി, മോസ്ക്, അമ്പലം ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്ഥലം അവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫലവൃക്ഷ തൈകൾ എൻ്റെ വകയായിരിക്കും. നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്. ഒരു ടീമിനെ തന്നെ അവിടെ എടുത്തിട്ട് നമ്മൾ അതുപോലെ റോഡ് സൈഡ്, വെയിറ്റിംഗ് ഷെഡ്, ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ. പിന്നെ വേറൊരു അതിൻ്റെ അകത്തുള്ള രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു വൃക്ഷത്തൈ മേടിച്ച് 2 തൈ നടാൻ പറ്റില്ലാത്ത ആളുകൾക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അല്ലാത്തൊരു കാശിനെ കൊടുക്കുള്ളൂ. അതും നല്ല ഇതുണ്ടാക്കുക. ഇതാണ് എൻ്റെ അംബിഷൻ. അത് വലിയ താമസിക്കാതെ നമ്മളതിൻ്റെ പരിപാടികളൊക്കെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കൂടി ഒരു സന്തോഷം കണ്ടെത്തുക. അതും ഒരു ബിസിനസ് ഇതല്ല, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. പിന്നെ എന്നോട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എനിക്ക് എൻ്റെ ചാനലിലായിട്ടും ഫേസ്ബുക്കിൽ 5000 മെമ്പർമാരുണ്ട്. ഫേസ്ബുക്കിലും ഞാൻ ഇടുന്ന മുഴുവൻ കൃഷിയായിരിക്കും. കണ്ണിന് വളരെയധികം കുളിർമ നൽകുന്ന അല്ലെങ്കിൽ ഒരു പച്ചപ്പിൻ്റെ കാഴ്ച നൽകുന്ന ഒരു ഇടത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. വർഗീസ് ചേട്ടന് എന്താണ് ഇപ്പം ഇനി ഈ പ്രവാസ ലോകത്തോട്ട് കടന്നു വരുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവരായാലും എന്തായാലും നാട്ടിൽ തന്നെ കൃഷി ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അത്തരത്തിലൊരു കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാർഷിക വൃത്തിയിലോട്ടും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോട്ട് ചെയ്യാനുള്ള പ്രചോദനം നൽകുന്ന ഒത്തിരി കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവരോട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഞാനൊരു കാര്യം വിട്ടുപോയി. ഞാൻ ഇവിടെയുള്ള സ്കൂളുകളിലെല്ലാം നമ്മുടെ ഇതിൻ്റെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളോട് വരാറുണ്ട്. ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. കാരണം വരുന്ന തലമുറയല്ലേ കൃഷിയുടെ അതിൻ്റെ ഇലയായ വേര് ഇതിനെക്കുറിച്ചൊക്കെ വളരെ എനിക്കറിയാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇനി വരുന്നവരോട് ഇപ്പോൾ ഉള്ളവരോടൊക്കെ എനിക്ക് വളരെ പറയാനുള്ളത്, നമ്മൾ പൈസ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങളിപ്പോൾ കണ്ടില്ല ഈ ചെറിയ ബക്കറ്റുകളിലൊക്കെ കുറച്ച് മണ്ണ് അവരവരുടെ വീട്ടിൽ പുതിയന, മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് പലരും ശ്രമിക്കാത്തതുകൊണ്ടാണ്. അത് പുരുഷന്മാർക്കും ചെയ്യാം, സ്ത്രീകൾ പ്രത്യേകിച്ച് ഇവിടെ കൂടുതലും സ്ത്രീകൾ ജോലിയില്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന തലമുറ പിള്ളേർ അവരും കൂടി ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കിട്ടും. നമ്മളിപ്പോൾ കടയിൽ ചെന്ന് പൈസ നമ്മുടെ കയ്യിൽ ദിനാറുണ്ട്. ഇതുകൊണ്ട് നമ്മൾ വാങ്ങുന്നത് വളരെ മറ്റ് പല സ്ഥലങ്ങളിലും അത്യുഗ്രമായ വിഷം ചേർത്ത പച്ചക്കറികളാണ്. അപ്പോൾ അത് വരാതെ നല്ലൊരു നാളെയുടെ നന്മയ്ക്കായിട്ട് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. അതിന് പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ ഏജ് മനസ്സിലായില്ലേ? കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഫുൾ ടൈം ആക്റ്റീവാണ്. നമ്മൾ റെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ദിവസവും നമ്മൾ ഇതിനോട് സംസാരിച്ചുകൊണ്ടിരുന്നാണല്ലോ. ചില ചെടികൾ കായ്ക്കാതിരിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടളയും. അങ്ങനെയൊക്കെ കാച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ ഉണ്ട്. ആ രീതിയിൽ ഈ അമേരിക്കയിൽ വലിയ ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, AC ബോസ് എന്ന് പറയുന്ന ആൾ വലിയ കൃഷി ശാസ്ത്രജ്ഞനാണ്. പുള്ളി തോട്ടത്തിൽ കൂടെ ഇറങ്ങാൻ ഞാൻ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അവരുടെയൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിപ്പം നമ്മളെ മക്കളെ എങ്ങനെ സ്നേഹിക്കണം അതുപോലെ തന്നെ ഇവരെ പരിപാലിക്കുകയും ആ ഇലയിലൊക്കെ ഒന്ന് പിടിക്കുകയും തലോടും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഇത് കിട്ടും. മാത്രമല്ല നല്ലൊരു ഓക്സിജൻ കിട്ടും നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ കൊറോണ കാലത്താണെങ്കിൽ പോലും ഞാനിതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മാസ്ക് പോലും തരും. കാരണം അത്ര നല്ല ശുദ്ധവായുവാണ് ഇതിൻ്റെ അകത്തിട്ട്. ഈ ഒരു പ്രായത്തിലും ഇത്രയും ഒരു സ്ഥലത്ത് ഒരു മരുഭൂമിയെ ഇങ്ങനെ ഒരു പച്ചപ്പണിയിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ചേട്ടന് എന്തായാലും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർഹിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ 2019 കാർഷിക ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു കാർഷിക അവാർഡ് സംസ്ഥാന അതെ മികച്ച വിദേശ കർഷകനുള്ള ഒരു അവാർഡ് വരെ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് ചേട്ടൻ. അപ്പോൾ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു. നമസ്കാരം.